കുറച്ച് ഓയിസ്റ്റർ മഷ്റൂമാണ് ഉണ്ടാക്കുന്നത്. ഓയിസ്റ്റർ മഷ്റൂമിനെ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ, ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കഴുകി എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലേക്കുള്ള മസാലയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വെളിച്ചെണ്ണയിൽ കുറച്ച് പെരുംജീരകം പൊട്ടിച്ചെടുത്ത് അതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് കുരുമുളക് ഒക്കെ ഒന്ന് പൊട്ടിച്ചെണ്ണ ചേർത്ത് അതിൻ്റെ കൂടെ കുറച്ച് തക്കാളി കട്ട് ചെയ്തത് ചേർത്തിട്ടുണ്ട്. കുറച്ച് വലിയ ഉള്ളീനെ അരിഞ്ഞ് ഒക്കെ ഇട്ടിട്ട് ഒക്കെ എല്ലാം കൂടിയിട്ടിട്ടൊന്ന് പൊടിയുപ്പിട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒന്ന് വഴണ്ടി വരുമ്പം നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ, മസാലക്കൂട്ടുകളൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി. ഇത് കുറച്ച് സ്പൈസി കുറവായിട്ടാണ്, എരിവ് കുറവായിട്ടാണ് എടുക്കുന്നത്. മക്കൾസിന് കഴിക്കാനുള്ളതുകൊണ്ട് കുറച്ച് എരിവ് കുറവായിട്ടാണ് എടുക്കുന്നത്. മക്കൾസിൻ്റെ ഫേവറേറ്റ് സാധനമാണ് മഷ്റൂമിൻ്റെ. അപ്പം നമ്മൾ മഷ്റൂം കഴുകി വെച്ചിരിക്കുന്ന മഷ്റൂം ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. മഷ്റൂമിൽ തന്നെ വെള്ളം ഇറങ്ങുന്നതാണ്. കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഉപ്പൊക്കെ നോക്കിയിട്ട്, ടേസ്റ്റൊക്കെ നോക്കിയിട്ട് മൂടി വെച്ച് ഒന്ന് വേവിക്കാം. അപ്പം നമ്മുടെ മഷ്റൂമിൻ്റെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി ലൈക്ക് ചെയ്യൂ. ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയിക്കണേ. Bye.